പിള്ളേരാണ്, അപ്പൊ കുറച്ച് കുറുമ്പൊക്കെ കാണും. എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു എക്സ്പീരിയൻസ്? വെറും കുരുത്തം കെട്ടമായിരിക്കും. നല്ലോണം പറഞ്ഞ അനുസരണുള്ള എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ചേട്ടാ അത് എനിക്ക് പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ എടാ അണ്ടർവെയർ ഇട്ടിട്ടാണ് എല്ലാരും ചാടുന്നത്. എനിക്കൊന്നും പറ്റുന്നില്ല, ഞാൻ ഇപ്പൊ വീട്ടിൽ പോകുന്നു. ഞാൻ പറഞ്ഞ നീ എന്നെ നാണം കെടുത്തില്ലെന്ന്. എന്റെ സ്കൂളിന് ഫേമസ് ആയെന്ന് വെച്ചാൽ അണ്ടർവെയർ വന്നു. നമ്മൾ പെരിയാർ ബോയ്സ് എന്നാണ് നമ്മൾ ഗ്രൂപ്പിലും എല്ലായിടത്തും വിളിക്കണ പെരിയാർ ബോയ്സ്. നമ്മൾ ആദ്യം കണ്ട് ഒരു അരമണിക്കൂർ സംസാരിച്ചപ്പോൾ തന്നെ ഇവന്മാർ ഓക്കെയാണ്. ഇപ്പോൾ അണ്ടർവെയർ ഒക്കെ ഇട്ടിട്ടായാലും ഒരു സീനൊന്നുമില്ല, ഓക്കെ കേട്ടോ സെറ്റാണ്. പിന്നെ ഇവന്മാര് ആരും അഭിനയിച്ചിട്ടില്ല, അപ്പൊ അത് ഭയങ്കര ടാസ്കായിരുന്നു. പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മുന്നിൽ കൂടെ പാമ്പൊക്കെ പോയിട്ടുണ്ട്. പാമ്പോ? 2 പ്രാവശ്യം ഒരു പാമ്പ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൂടെ ഇങ്ങനെ നീന്തി ഇങ്ങനെ പോയി. പിന്നെ ഒരു നീർനായൊക്കെ അല്ല അവിടെ ഷൂട്ട് ചെയ്ത സീക്വൻസ് ആണ് ആ ഡ്രമ്മിൽ നിന്ന് കയറി വരുന്ന സീക്വൻസ്. അത് ഷൂട്ട് ചെയ്ത് വൈകിട്ട് എഡിറ്റ് കണ്ടപ്പോൾ എല്ലാവരും കിളി പോയി. യുവമാരൊക്കെ ചെറുപ്പന്മാരാണെല്ലാം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വിഷ്ണു കുറെ കഷ്ടപ്പെടേണ്ടി വരും. വിളിച്ചാൽ വരുമൊന്നുമില്ലായിരുന്നു ഷൂട്ടിനൊക്കെ. അപ്പുറത്തുവരെ എത്തിയിട്ടുണ്ട് ഇവന്മാര് നീന്തി. അങ്ങനെയൊക്കെ ഇവന്മാര് കാണിച്ചു കിട്ടി. ഒന്നും പറയല്ല, അടിപൊളി. ഹായ്, ദിസ് ഇസ് മീനാക്ഷി. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. നമ്മൾ ആക്ച്വലി മഞ്ഞുമൽ ബോയ്സിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു, റിയൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. പക്ഷേ നമ്മൾ മിസ്സായി പോയ ഒരു ടീമാണ് ഈ ഇരിക്കുന്നത്. കൊച്ചു പിള്ളേർ അതിനകത്ത് ഉണ്ടായിരുന്ന അവരുടെ യങ്ങർ സെൽഫ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കൂടെ. അവരെ മേച്ച് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ കൂടെ വിഷ്ണു ഉണ്ട്. ഹായ്. ഹലോ. ഹായ് വിഷ്ണു. നമ്മളൊരു പാട്ട് പാടി സ്റ്റാർട്ട് ചെയ്താലോ? ഏതാ പാടാൻ പോകുന്നത്? പാടാൻ പോവാണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഇപ്പഴും പാട്ടറിയില്ലായിരുന്നോ? ഇതാണോ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട്? അതെയോ? കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതാണോ? അതെന്താ ഇത് ഏറ്റവും ഇഷ്ടം? എനർജി ഉള്ളതുകൊണ്ടാണോ? നിങ്ങളെപ്പോൾ എനർജറ്റിക് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണോ? എത്ര പേരുടെ ഫേസ്റ്റ് മൂവി? അത് കേൾക്കട്ടെ. എന്റെ ഫേസ്റ്റ് മൂവിയാണോ? ആണോ? നിങ്ങളൊക്കെ ഏത് മൂവീസിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്? ഞാൻ സ്ഥാനാർത്ഥി സീക്രട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിലും പിന്നെ ഗർ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നല്ലേ? ട്രാൻസ്, തോൽവി FC, പിന്നെ ഒരു അമൽ സാറിന്റെ ഒരു ഫിലിമിലുണ്ടായി. ഓക്കെ. അപ്പൊ മഞ്ഞുമൽ എത്രാമത്തെ മൂവി ആയിരുന്നു? തേർഡ് ആയിരുന്നു. ഇവിടെയോ? അതെ. ആദ്യത്തെ ട്രാൻസ്, പിന്നെ തോൽവി FC, ട്രാൻസ്, പിന്നെ ഓക്കെ. നിങ്ങൾ ആക്ച്വലി സിബ്ലിങ്സ് ആണ്, റൈറ്റ് അല്ലേ? നിങ്ങളുടെ എല്ലാവരെയും ഫസ്റ്റ് മൂവി അല്ലേ? ഓക്കെ. നമുക്ക് പേര് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലോ? പേരും എനിക്ക് നിങ്ങൾ ഏത് ക്യാരക്ടറാണ് ചെയ്തതെന്നും കൂടെ ഉള്ള പറഞ്ഞു തരുമോ? ഈ ചേട്ടന്മാരുടെ പേര് പറഞ്ഞാൽ മതി. ഓക്കെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ദിവാകരൻ. ഞാൻ സിനിമയിൽ ദീപക് പറവൂറിൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിക്കണം. ഓക്കെ. എൻ്റെ പേര് ആൽവിൻ അലോഷ്യസ്. എൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം അനിൽ എന്നാണ്. എൻ്റെ പേര് കെവിൻ. ഞാൻ സൗബിൻ ചേട്ടൻ്റെ ജൂനിയർ. ഓക്കെ. എൻ്റെ പേര് കുട്ടേട്ടൻ. സുഭാഷ്. എത്ര വയസ്സാണ് അഭിനയിച്ചത്? 10 വയസ്സുള്ളത്. ഇവിടെ ഒരു 5 വയസ്സ് ഇരിപ്പുണ്ട്. ശ്രീരാമസിന്റെ ചൈൽഡ്ഹുഡ് 5 വയസ്സ്. അവിടെ എൻ്റെ പേര് സാത്വിക്. ഗണപതിയുടെ ചെറുപ്പമായിട്ട്. ഓക്കെ. ഞാൻ അരുണ ശ്രീറാം. അരുൺ കുര്യന്റെ സുജിത്ത് എന്ന വേഷം. ഓക്കെ. എൻ്റെ എല്ലാ തോമസ്. ഞാൻ വിഷ്ണു ചേട്ടൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. പേര് ജിൻസൺ. ഓക്കെ. എൻ്റെ പേര് റാഹത്ത് അഹമ്മദ് സായിക്കൽ.
എന്റെ ക്യാരക്ടർ നെയിം അഭിലാഷ്. ഓക്കെ സെറ്റ്. ആക്ച്വലി ഇവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേരാണ്, അപ്പൊ കുറച്ച് കുറുമ്പൊക്കെ കാണും. എങ്ങനെയാണ് ഇവരുടെ ഒരു എക്സ്പീരിയൻസ്? വെറും ഗുരുത്തം കെട്ടമാരി അതെന്താ അങ്ങനെ പറഞ്ഞത്? ആരും തുടങ്ങി കുരുത്തക്കെട്ട പിള്ളേരായിരുന്നോ? നല്ലോണം പറഞ്ഞ അനുസരണ. അതെല്ലേ. നിങ്ങള് ആക്ച്വലി ഈ ഷൂട്ട് കഴിഞ്ഞപ്പോ ഈ കൂട്ടത്തിൽ ഏറ്റവും മിസ് ചെയ്തത് ആരെയാ? ഗണപതി ചേട്ടനെയാണോ? അത് നിങ്ങൾ അത്രയും കമ്പനി ചേട്ടനുമായിട്ടായിരുന്നോ? അതെ അല്ലേ. ഫ്രണ്ട്ലി ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണോ? ആ, പറഞ്ഞു പഠിപ്പിച്ചല്ലേ. കോമഡി പറയോ? അതെയോ, അതുകൊണ്ടാണോ ഇഷ്ടം? ഓക്കെ, നിങ്ങളോട് കളിക്കാനൊക്കെ വരുമോ? തഗ് കളിക്കാനല്ല, ഞങ്ങളുടെ അടുത്ത് ഇടക്കിടക്ക് ഞാൻ ഒന്ന് സംസാരിക്കാറുണ്ട്. കട്ട് ഇത് കഴിയുമ്പോ ഷൂട്ട് കഴിയുമ്പോ വഴക്ക് കിട്ടിയിട്ടുണ്ടോ ആരുടെയും? ഒരുപാട് തെറ്റൊക്കെ ഞാനായിരിക്കും. ഞാൻ മാറ്റി നല്ല പിന്നെ ക്യാമറമാനങ്ങളും പണിഞ്ഞിരുന്നു. പിണങ്ങിയോ? അയ്യോ, അത് സാരല്ല. ഷൈജു കേക്കണ്ട. ഔട്ട് എന്തായാലും ഇത്രയും വണ്ടർഫുൾ ആയില്ലേ? ഇവരുടെയൊക്കെ എഫേർട്ട് അല്ലേ നിങ്ങളുടെ? സാത്വിക്കും പിന്നെ ജില്ലനും ആണ്, പിന്നെ ഇവനും ആണ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആക്ടറായിട്ടല്ല, അസിസ്റ്റൻ്റായിട്ടാണ്. അപ്പോൾ ഇവർ പക്ഷേ ലാസ്റ്റ് ടൈമൊക്കെയാണ് വന്നിട്ട് സെലക്ട് ആവണത്. സുഭാഷ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതായിരുന്നു. നമ്മൾ ചെറുപ്പം കുറേയൊക്കെ നോക്കി നടന്നു. പിന്നെ ഉള്ളൊരു ടാസ്ക് എന്ന് വെച്ചാൽ നീന്തൽ അറിയുന്ന ഒരു പിള്ളേരാണ്. അതായത് നമ്മൾ ആദ്യം ഓഡീഷനൊക്കെ ചെയ്ത് 2 ഓഡീഷൻ ചെയ്തിട്ട് നമ്മളൊരു 10 പേരെ സെലക്ട് ചെയ്ത് വെച്ചു, ലുക്ക് വൈസൊക്കെ കറക്റ്റായിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നീന്തൽ അറിയുന്ന ആൾക്കാർ തന്നെ വേണം പ്രോപ്പറായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഓഡീഷനിൽ വന്നതാണ് സ്വാത്വിക്. ആ സമയത്ത് അതിന് നീന്തൽ അറിയില്ല, അപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നീന്തൽ അറിയാവുന്ന ആൾക്കാരെ തപ്പി കുറേ ട്രൈ ചെയ്തു, പക്ഷെ ആർക്കും അങ്ങനെ അറിയില്ല പ്രോപ്പറായിട്ട്. അത് നമ്മൾ പുഴയിൽ തന്നെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുള്ളൂന്ന് കമ്പൾസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ എറണാകുളത്തുള്ള കുറേ നീന്തലൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ നോക്കി. അങ്ങനെയാണ് ഈ കെവിൻ, ദിവാകരൻ, ഇവനെയൊക്കെ പരിചയപ്പെടുന്നത്. അവിടെ ചെന്ന് നമ്മൾ ആദ്യം കണ്ട് ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ തന്നെ ഇവന്മാർ ഓക്കെയാണ്. അതായത് പൂളുണ്ട് അവിടെ, അപ്പോൾ അതിൽ ചാടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി പരിപാടി ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ഇവന്മാരങ്ങനെ ഇപ്പോൾ അണ്ടർവെയറൊക്കെ ഇട്ടിട്ടായാലും ഒരു സീനൊന്നുമില്ല, ഓക്കെ ഏട്ടാ സെറ്റാണ്. ഇപ്പോൾ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ ഫുൾ. അപ്പോൾ അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇവന്മാർ ആരും അഭിനയിച്ചിട്ടില്ല, അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കായിരുന്നു. അപ്പോൾ ഒരു വർക്ക്ഷോപ്പൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ എന്നിട്ടും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവന്മാർ സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാവരും തമ്മിലൊരു നമ്മളിപ്പോൾ ബോയ്സ് തമ്മിലുള്ളൊരു റാപ്പ് ഇവന്മാർ തമ്മിൽ അത് ഭയങ്കര രസമായിരുന്നു. അത് പലരും പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണ്, പക്ഷെ എന്നാലും അവരെല്ലാവരും ഭയങ്കര മനസ്സിലായി. ആക്ച്വലി വിഷ്ണുവിനെ നമ്മളൊരു ഇന്റർവ്യൂവിന് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്നും ഈ അന്ന് നമ്മൾ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കാസ്റ്റ് കറക്റ്റ് വന്നത് എന്ന് പറഞ്ഞിട്ട്. ഇവരെ ഇന്ന് മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇവരിൽ കൂടുതൽ അതിശയം തോന്നി. കാരണം ബാക്കിയുള്ളതെല്ലാം ആക്ടേഴ്സ് ആണെന്ന് പറയും, ഇവരെ പിക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടെ ടാസ്കുള്ള പരിപാടിയാണ്. അതും സിമിലാരിറ്റി നോക്കുക എന്ന് പറയുന്നത് വെറുതെ അവനൊക്കെ കറക്റ്റാണ്, ഒരു രക്ഷയില്ല. അതുപോലെയാണ് നിൽക്കുന്നത്. കറക്റ്റ് എങ്ങനെയായിരുന്നു ആ കാസ്റ്റിംഗ് പരിപാടി? ഇവരെ ഈ ക്യാരക്ടർ സിമിലാരിറ്റി വേണമല്ലോ. ഗണുവാണ് മെയിൻ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ. അവനും ഞാനും കൂടിയാണ് മൊത്തത്തിൽ. അത് ഈ ബോയ്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പെരിയാർ ബോയ്സ് എന്നാണ് നമ്മൾ ഗ്രൂപ്പിലും എല്ലായിടത്തും വിളിക്കണ പെരിയാർ ബോയ്സ് എന്നാണ് ഇവരെ വിളിക്കണത്. അപ്പോൾ ഇത് ഭയങ്കര ടാസ്ക്കായിരുന്നു. ഇതുപോലെ തന്നെ നീന്തലായിരുന്നു മെയിൻ പ്രശ്നം. പിന്നെ ഇത് മാതിരി പെർഫോം ചെയ്യുമില്ല എന്നൊരു പിടുത്തില്ല. അപ്പോൾ ഇവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അർണവിൻ്റെ ഇതുപോലെ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗണൊപ്പം തന്നെ അവിടെ ഓക്കേടാ സെറ്റ് എന്നാണ്. പക്ഷെ ഇവൻ സെറ്റിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് പ്രശ്നം വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല ഇവർ. ഇപ്പോൾ ഒരു 250 പേരുണ്ട് നമ്മുടെ ക്രൂ മൊത്തത്തിൽ. അപ്പോൾ അവിടെ വന്നിട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പിന്നെ ഇതിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ബുദ്ധിമുട്ടല്ല നമുക്ക് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നിയത് കെവിനാണ്. കെവിൻ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞാൽ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യും. അത് ഭയങ്കര ക്വാളിറ്റിയാണ്. പക്ഷെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ പറയണ സാധനം മാത്രമല്ലാതെ അവനോട് കുറച്ച് ചിന്തിച്ച് പരിപാടിയൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യണ ഇതാണ്. അവൻ പക്ഷെ പിക്ക് ചെയ്ത് വന്നപ്പോൾ പടം തീർന്നു. അവൻ അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് വന്നപ്പോൾ എല്ലാ സീനും കാണാനില്ല, എല്ലാവരും പൊളിച്ചടുക്കിയിട്ടുണ്ട്.
ഫസ്റ്റ് ടൈം ആണെന്ന് പറയില്ല. അതെ, ആരെയും പറയില്ല. നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ കുറച്ച് പ്രായമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലല്ലോ ചെറിയ പിള്ളേർക്ക് അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് അത് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. അത് വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. അതുപോട്ടെ, ഇത് ചോദിക്കട്ടെ ഞാൻ, എങ്ങനെയാണ് നിങ്ങൾ ഈ മഞ്ഞുമല്ലോട്ട് നിങ്ങൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് പെട്ടെന്ന്? ഇവരെയൊക്കെ അറിയായിരുന്നു നേരത്തെ, ഈ ചേട്ടന്മാരെയൊക്കെ? എനിക്ക് ശരിക്കും അറിഞ്ഞില്ല. ഓഡിഷൻ വന്ന് അറിഞ്ഞപ്പോഴാണ് കൃഷ്ണൻ ചേട്ടൻ എല്ലാവരെയും പരിചയപ്പെട്ടത്. അതെയോ? ഞാനും അങ്ങനെ തന്നെ. അതെ. അപ്പൊ സെലക്ട് ആയി എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി, എന്താ തോന്നിയ? നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഫസ്റ്റ് ഷൂട്ടിങ് എങ്ങനെയാണെന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഇവിടെ നിന്നൊന്നും മിണ്ടാതിരിക്കുന്നത് 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടിരിക്കുന്ന ടീമാണ്. പറ അങ്ങോട്ട്. ആദ്യത്തെ പ്രാവശ്യം അതിന് ഓഡിഷൻ കിട്ടാതെ പോയി. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം എന്തായിരുന്നു കിട്ടി, ആദ്യമായിട്ട് പിന്നെയും കിട്ടില്ല എന്ന് വെച്ചിട്ട് പെട്ടെന്നല്ല, എത്രയും 1-2 മാസം കഴിഞ്ഞ് പേര് വിളിച്ച് ഇങ്ങനെ ഒരു സീനുണ്ട് വരുന്നു. അപ്പോൾ ആ ദിവസം ഫുള്ള് എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വേറെ ഫിലിമിൽ കിട്ടി, യെസ്, ആ ഒരു എനർജി ഉണ്ടായിരുന്നു. വേറെ ഫിലിമിൽ നിന്നുള്ളതിനെക്കാട്ടി എത്ര പേരാണ്? വിഷ്ണു ചേട്ടനുണ്ട്, സൗബിൻ ചേട്ടനുണ്ട്, ശ്രീനാഥ് ബാസിയുണ്ട്, ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രീനാഥ് ബാസിയുടെ കുട്ടിക്കാലാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? പറയടൂ. നീ എക്സൈറ്റഡ് ആയിരുന്നു? അതെ, കണ്ടോ ചേട്ടൻ പറയുന്നത് അനിയനോടൊന്ന് പറയണ്ടേ, എന്ന് തോന്നിയേ? ഞങ്ങൾ ഈ ഓഡിഷൻ വന്നത് തുളസി ആ ഫിലിം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ആ ദിവസം തന്നെ ഓഡിഷൻ ഉണ്ടായി. അത് ചെയ്തിട്ട് ഇത്തിരി മാസങ്ങൾ കഴിഞ്ഞിട്ട് അവർ വിളിച്ച. അതെയോ? അപ്പം വിളിച്ചു കഴിഞ്ഞിട്ട് ചാറ്റിനൊരു സീനുണ്ട്. അങ്ങനെ പോയിട്ട് ഒരു സീനിൽ ആ കേവിനുള്ളിലൊരു സീനുണ്ട്. അതിലത്തെ ഞാൻ അവിടെ നിൽക്കണ്ടായി. അപ്പം ഒരു സീൻ ഒരു അമ്മേൻ്റെ കൂടെ കിടക്കുന്ന സീനുണ്ട്. അതിൽ എന്നെ വിളിച്ച്, കാരണം സെയിം പോലെയാണ്. അതെ, നിങ്ങൾ തന്നെ കാണാൻ ഒരുപോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? അത് അതിന് എന്നെ വിളിച്ചിട്ട് ചെയ്തു. അപ്പൊ സന്തോഷം തോന്നിയോ പെട്ടെന്ന് വിളിച്ചപ്പോ? എന്താ തോന്നിയപ്പോ? അപ്പൊ ഞാൻ പെട്ടെന്ന് എന്നെ എങ്ങനെ വിളിച്ച് ഞാൻ വിചാരിച്ചു. ആണോ? അവിടെ എന്താ മിണ്ടാതിരിക്കുന്നേ? എന്ത് തോന്നി? എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ എക്സൈറ്റ്മെൻറ്റും പിന്നെ ചെറിയൊരു പേടി എന്താണെന്ന് വെച്ചാൽ ആ പൂളിൽ മുങ്ങി പോകണം, അതെനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇതുണ്ടായിരുന്നില്ല, എന്നാലും ലാസ്റ്റ് സീനിലാണ് ചെയ്തു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓഡിഷൻ നടത്തുമ്പോൾ നീന്തൽ അറിയില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ എനിക്ക് ഒരു 5 മാസം കഴിഞ്ഞിട്ട്, 5 അല്ല, ഒരു 3-4-5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നീന്തൽ അറിയാവുന്ന ആൾക്കാരെ തപ്പിങ്ങനെ നടക്കുമ്പോൾ ആലുവയിൽ ഇതുപോലെ ഒരു സ്ഥലമുണ്ട്, പുഴയിൽ നീന്തൽ കളിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇവനവിടെ നീന്തൽ പിടിച്ചിട്ടിരിക്കും. അപ്പോൾ എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ റിജക്റ്റ് ആയിന്നല്ല, നമ്മളിങ്ങനെ നീന്തൽ അറിയണം അവിടെ മസ്റ്റായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിഷൻ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞാൻ പഠിച്ചിട്ട് വന്നാൽ എന്നെ എടുക്കുമോ എന്ന് ചോദിച്ചു. പക്ഷെ അവനെന്തോ ഭാഗ്യമുണ്ടായി, കറക്റ്റായിട്ട് അവൻ കറങ്ങി തിരിഞ്ഞ് നമ്മളവിടെ വെച്ച് കാണുകയും ചെയ്തു. അപ്പോൾ കിടന്നു അപ്പം തന്നെ പറഞ്ഞതാ ഇവനെ ഓക്കേടാ. ആ സൈഡിൽ മിണ്ടാണ്ടിരിക്കുകയാണല്ലോ. എന്താ ഇപ്പം എന്ത് തോന്നണേ? നിങ്ങൾ ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചു, അതിന് ഇത്രയും ഒരുപാട് നല്ല കോമൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം അത് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നു, എന്താ തോന്നുന്നേ? വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും വലിയ പടത്തിൽ അഭിനയിച്ചെന്ന്. അതെയോ? പറട്ടെ. എക്സ്പീരിയൻസ് ആണ് ആ ടൈം. അതെയോ? പിന്നെ ഇവര് ബിനാനി പോലത്തെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എല്ലാവരും ഒരുമിച്ച് കുറെ ഇതൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. എത്ര നാളുണ്ടായിരുന്നു ഷൂട്ട് നിങ്ങൾക്ക്? എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു മാസമല്ല, ഇവന്മാർക്ക് മാത്രം ഒരു 11 days ആണ്. 11 days. എന്നാലും ഒരു റൗണ്ട് അല്ലേ? റൗണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ട് സെറ്റിലെ എക്സ്പീരിയൻസ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാ? ഒന്നാ പെരിയാറിലെ സീൻ. വെള്ളത്തിൽ ചാടുന്ന സീൻ. അതെന്താ വെള്ളത്തിൽ ചാടുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചവനാണ്. വെള്ളത്തില് ഒരുപാട് നീന്താണ്ട് ഒരു ഇതിൽ വന്ന് നിന്നിട്ട് അവിടെ തന്നെ നിന്ന് ഇതാക്കിയത്. പിന്നെ ഞങ്ങൾ നീന്തണേന്റെ ഇടക്ക് ഒരുപാട് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചവിട്ടിനോടത്തൊക്കെ പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മുന്നിൽ കൂടെ പാമ്പൊക്കെ പോയിട്ടുണ്ട്. പാമ്പോ? കരഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം ഒരു പാമ്പ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൂടി ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോയി. വെള്ളത്തിൽ കൂടിയോ? പേടിയൊന്നുമില്ലേ അപ്പോ? വെള്ളത്തിൽ ഒരു സൈഡിൽ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. ഷൂട്ട് കൂടെ ഒരു പാമ്പ് ഇങ്ങനെ തല ഇങ്ങനെ പിന്നെ ഒരു നീർനായൊക്കെ അല്ല, അവിടെ ആയിരുന്നില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യണം അപ്പുറത്തെ കരയില്ല.
അപ്പുറം സൈഡ്. പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ ഇങ്ങനെ അടിയിൽ നിന്ന് കല്ലുമൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് അതെടുത്ത് എറിഞ്ഞ് അങ്ങനെയൊക്കെ കളിച്ചു. വെള്ളത്തിൽ അലമ്പായിരുന്നു. അപ്പൊ അങ്ങ് അടിച്ചു പൊളിക്കായിരുന്നു. അതാണ് പറഞ്ഞാലും നല്ലോണം കേൾക്കണോണ്ട് കുഴപ്പമില്ല. ആക്കി പറഞ്ഞതാണ്. വെള്ളത്തിൽ എടുക്കുന്ന ടൈമില് എന്റെ ചെവിയിലൊരു വണ്ട്, ഒരു പ്രാണി ഇൻസെക്ട് എന്റെ ചെവി പോയിട്ട് രാത്രി വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാതെ ചെവിയിലുള്ളിൽ വെള്ളം കയറാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഒരു ഇയർ പ്ലഗ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. അതെയോ? വയറ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്. നീ കുറുമ്പ് കാണിക്കാൻ പോയിട്ടല്ലേ? വീട്ടില് കിടക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്നൊരു സംഭവം വന്ന് ചെവി ഞാൻ വീട്ടിൽ കിടക്കുന്നു. അപ്പൊ വീട്ടിൽ നിന്നാണ് വന്നത്? വെള്ളത്തിൽ നിന്ന് കയറിയത്. വെള്ളത്തിൽ നിന്നല്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും കുറുമ്പ് ആരാ? വിഷ്ണുവിനോട് ചോദിക്കാം. എല്ലാരും ഒന്നിനൊന്ന് വെച്ചോ. അതെയോ? എന്നാലും ഹാൻഡിൽ ചെയ്യാൻ പാട് കുറുമ്പ് കൂടുതൽ പിരി ആരാ? റാഹത്തായിരിക്കും നമുക്ക്. അവളെ അമ്മ വിളിച്ചിരിക്കുന്ന ആദ്യം. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും. ചായ കുടിക്കണം. അപ്പൊ തന്നെ ചായ. ഒരു ചായ വെക്കാം. ഓരോ ഷൂട്ട് കഴിയുമ്പോൾ ഓരോ ഗ്ലാസ് ചായ കുടിക്കും. അത് മറ്റേ നമ്മളൊരു ആലുവയിലെ ഒരു ഐലൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ചായ പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചായ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാനേജ് ചെയ്ത് സെലിബ്രിറ്റീസ് ആയി ചായതൊക്കെ അല്ലേ? കൊള്ളാം. എന്തായാലും കൊള്ളാം. സെറ്റില് ഓവറോൾ ഒരു എക്സ്പീരിയൻസ്. ഈ ചേട്ടന്മാർ, ഇത്രയും ചേട്ടന്മാർ, ഇവരെല്ലാരും കണ്ടില്ലേ നിങ്ങള്? കണ്ടു. അതിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ഇപ്പൊ വിഷ്ണു എന്ന് പറയും അല്ലേ? ഗണപതി ചേട്ടൻ. അതെന്താ ഗണപതി ചേട്ടന് ഇഷ്ടം? ഞങ്ങൾ കാസ്റ്റ് ചെയ്തത് അല്ലേ? ഈ ഗണപതി ചേട്ടൻ സാധാ നമ്മളോട് ഇപ്പൊ വീട്ടിൽ വെച്ച് പെരുമാറുന്നോണ്ടാ സംസാരിക്കാറ്. അങ്ങനെ സാധാ മൈൻഡിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഇവരൊക്കെ ജാടയാന്നാണോ നീ പറയുന്നത്? അതൊരു ടോണാണ്. കൂടുതലും ഗണപതി ചേട്ടനാണ് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ കൂടുതലും. നിങ്ങൾക്കറിയോ ഗണപതി ചേട്ടൻ നിങ്ങളുടെ ഒരു ഏജിലാണ് ഫിലിമിലോട്ട് ഞാൻ അത് കണ്ടിട്ടുണ്ട്. മല്ലു സിംഗിനൊക്കെ മുന്നേ ആ പാട്ടൊക്കെ ചേട്ടന് വേണ്ടി പാടിക്കോ? ചേട്ടന് അതാ കേൾക്കട്ടെ, നിങ്ങൾ പാടിക്കോ. ഞാൻ കേട്ട ഇങ്ങനെ ഇന്റർവ്യൂല് ഞാൻ ഇത് പാടില്ല എന്നൊക്കെ പറയണത്. കുഴപ്പമില്ല, ചേട്ടൻ പാടണം, നിങ്ങൾ പാടിക്കോ. 3, 2, 1. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഗണപതി ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ഡേയില് കണ്ടു. ഏതാ? ഗണപതി ചേട്ടൻ നിങ്ങളുടെയൊക്കെ ഏജില് ഒരു ഫിലിമിൽ അഭിനയിച്ചപ്പോ പാടിയ പാട്ടാ ഇതറിയോ? ഇല്ലേ? കുറച്ചു പേർക്ക് അറിയാം. ആ സിനിമ പോയി കണ്ടു നോക്കണം കേട്ടോ. ഞങ്ങള് ഈ ഐലൻഡില് ചാടാൻ നിൽക്കുമ്പോ ഞാൻ ഇവരുടെ അടുത്ത് കൂടെ മുമ്പിൽ പോയി വരുമ്പോഴും പാടിയാലാന്ന്. അപ്പൊ പേടിയാ, ചെറിയൊരു പേടി വരും. പിന്നെ അത് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈ സിനിമ ഇതില് ഇവിടെ പോയപ്പോ പാടിത്തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് പാടിത്തരാന്ന് ഞാൻ പാടിത്തരാന്ന് പറഞ്ഞു. തന്നില്ലേ? ഇറ്റായ പാടാന്ന് പറഞ്ഞു. പാടി തന്നില്ലല്ലേ? സാരില്ല, നമ്മളിപ്പോ പാടിയില്ലേ? നമ്മളിപ്പോ പാടിയില്ല, ചേട്ടന് വേണ്ടിയില്ലേ നമ്മളിപ്പോ പാടി. അത് പോട്ടെ. ഈ ഇത്രയും വലിയൊരു ഫിലിമിലാണ് അഭിനയിക്കാൻ പോകുന്നത് പറഞ്ഞപ്പോ ഇതിന് പ്രിപ്പയർ വല്ലതും ചെയ്തോ നിങ്ങളായാലും? എന്തേലും പ്രിപ്പറേഷനോ? അത് എന്ത് പ്രിപ്പയർ ചെയ്തേ? വീട്ടിലാണെങ്കിൽ എന്റെ ചേച്ചി ചെയ്യാൻ പറയാ. എന്താണ്? എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്നത് വിഷ്ണു ചേട്ടനാണ്. എനിക്ക് ക്യാമറയുടെ മുന്നിൽ ടെൻഷനൊക്കെ ഉള്ളവർ വിഷ്ണു ചേട്ടൻ എന്നെ എന്താ പറയാ എങ്ങനെ ചെയ്യണം കുറെയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ വിഷ്ണു ചേട്ടൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും അല്ല, ഞങ്ങളുടെ ഒപ്പമുള്ള ഒരാളെ പോലെ തന്നെയായിരുന്നു. ഇത് ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അല്ല വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടനാണ് എന്നെ എല്ലാ ഷൂട്ടിലും വരാറുണ്ട്. പരിപാടി ചെയ്യിപ്പിക്കണ്ടേ? വിഷ്ണുചേട്ടനാണ് എന്നെ ഈ ക്യാമറയിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയൊക്കെ വിഷ്ണുചേട്ടനായിരുന്നു, ഫുള്ള് വിഷ്ണുചേട്ടനായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന ഷൈജുക്കാണ്. ചിതു ഒക്കെയാണ്. ചിതു നല്ല പേഷ്യൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഷൈജു ഒക്കെ ബാക്കി എല്ലാവരും അപ്പോൾ ഒരു 2 ഡേക്ക് 3 ഡേക്കൊക്കെ വരെ ഓക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മൾ
മാക്സിമം നമ്മൾ ഇവന്മാരെ ട്രെയിൻ ചെയ്തിട്ടാണ് അവിടെ കൊണ്ടുപോകണല്ലോ. പക്ഷെ അതൊരു പണിയുള്ള പരിപാടിയാണ്. ഭയങ്കര പണി. അത്ര എളുപ്പമല്ല, എനിക്കറിയാം. എളുപ്പമല്ല. എനിക്ക് ഇമാജിൻ ചെയ്യുമ്പോഴേ എനിക്ക് ഡിഫിക്കൽട്ടി അറിയാം. പിന്നെ അണ്ടർ വാട്ടർ ഉണ്ടായിരുന്നു. അണ്ടർ വാട്ടർ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്താണ് അത് കാണുന്നത്. അപ്പം ഇവന്മാർ ഇങ്ങനെ നിന്നിട്ട് അഭിനയിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ താഴെ പോയി മുങ്ങി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതും ടാസ്ക്കാണ്. പക്ഷെ ആ സമയത്തൊക്കെ കറക്റ്റായിട്ട് അത് നമ്മൾ ഷൂട്ട് ചെയ്യണത് എനിക്ക് 2 മാസം കഴിഞ്ഞിട്ടാണ് ആ സീക്വൻസ് ഷൂട്ട് ചെയ്യണം ട്രിവാൻഡ്രം. അതായത് നമ്മൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ അത്രയും ഗ്യാപ്പൊന്നും കെവിനും ബാക്കി ആൾക്കാർക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ അവൻ ലാസ്റ്റ് ആ ആലുവയിലെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ട്രാക്കിലായി. ഷൂട്ട് തീർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അഭിനയം കാഴ്ചവെച്ചത്. പക്ഷെ അവൻ പൊളിച്ചു. എല്ലാവരും മെച്ചമായിട്ട് സീനായിട്ടായിരുന്നു. എന്താണ് ഈ പുതിയ സിനിമകൾ ചെയ്യാനൊക്കെയാണോ ഇഷ്ടം? അത് എന്താ ഇഷ്ടം? സിനിമ ചെയ്യാൻ ഇഷ്ടമാണോ? എല്ലാവരും സിനിമയാണോ ഇഷ്ടം? പുതിയ പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ടോ? സൂപ്പർ സ്റ്റാർ ഭാവിയിൽ സ്കൂളൊന്നും മിസ് ചെയ്തില്ല? ഇല്ലേ? ഈ പെരിയാറിലെ ഷൂട്ടൊക്കെ ഏപ്രിൽ വെച്ചായിരുന്നു. അതല്ല, ക്ലാസ് കട്ടായില്ലേ? ഷൂട്ട് ഏപ്രിലൊക്കെ വെച്ചായിരുന്നു. ഈ വെക്കേഷൻ സമയത്ത് അങ്ങനെ പിന്നെ ട്രിവാൻഡ്രത്തെ ഷൂട്ട് മാത്രമേ ഉള്ളൂ ഡിസംബർ ലാസ്റ്റ്. സ്കൂളിൽ പോയിട്ടില്ലേ? ഷൂട്ടിന് രാവിലെ ഷൂട്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴാണ് പോണത്. അപ്പൊ അതിൻ്റെതായിട്ട് ലീവ് എടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം പോയിട്ട് ഞങ്ങള് എന്താ പറയാ ബസ്സിലൊക്കെ ഞങ്ങൾ എയർലൈൻ പറഞ്ഞ് ഡാൻസ് ആയിരുന്നു, ഫുള്ള് ഡാൻസ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് പോകുന്ന ആ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറെ നേരം ഡാൻസ് പകുതി നേരം ഡാൻസ് ആയിരുന്നു. പേടി അതൊക്കെ ആയിരുന്നു പേടി. എനിക്ക് വെള്ളത്തിൽ മുങ്ങിട്ട് വരില്ലേ കുറച്ചു നേരം കൂടി കഴിഞ്ഞാ. പിന്നെ വരുമ്പോ ട്രാവലർ കുലിക്കുകയാണ്. സിനിമ കണ്ടിട്ട് സ്കൂളിൽ പോയില്ലേ? അപ്പൊ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സിനെക്കാളും ടീച്ചേഴ്സ് ആയിരുന്നു എന്റെ കൂടുതൽ എന്നെ എൻകറേജ്. എന്താ പറയാ, ടീച്ചേഴ്സ് എല്ലാരും പോയി സിനിമ കണ്ടു. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തു. ആണോ? എനിക്ക് വയ്യ, ഫാൻസായി. കൂടെയുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണം ഇതുപോലെ ചേട്ടനോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാരും പറയുന്നുണ്ടോ? ഈ വെള്ളത്തിലോട്ട് ഇവൻ ചാടാതിരിക്കുമ്പോ നിങ്ങൾ എന്ത് ഡയലോഗാ പറഞ്ഞ? ഡയലോഗ് അവൻ ഒന്നുകൂടെ പറഞ്ഞേ. അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ആണോ? ഈ കൂട്ടത്തിൽ പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പറയാൻ പറ്റിയില്ല. ഇവന് നീന്തി ഇത്ര ഡിസ്റ്റൻസ് പോകണം, അത് അവിടെ നിന്നിട്ട് അപ്പൊ ഇവൻ ചാടണമല്ല, അപ്പൊ തിരിഞ്ഞിട്ട് എല്ലാരും വിളിക്കണം പറയും. റാഹത്തിന് മാത്രം കാണില്ല, റാഹത്ത് സൈഡിലൊക്കെ ഉണ്ടാവും. അതെ, എങ്ങോട്ടാ പോയി കാണാനില്ലായിരുന്നില്ല. ഇത് എന്നിട്ട് പറയടാ അവനെന്താടാ നീന്തി പോകാത്തത്? ഞാൻ പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം പോവാം. പിന്നെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു എല്ലാവരും കുറച്ചുപേര് കിടക്ക് കയറുന്നത്, കുറച്ചുപേര് നീന്തി സീനുണ്ട്. ആ സീനിൽ എടുത്തപ്പോ ക്യാമറമാനങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഡിസ്റ്റൻസ് ആക്കിയൊക്കെയായിരുന്നു. അപ്പൊ കെവിൻ ഇത്തിരി അങ്ങാട് നീങ്ങിയിരിക്കുക, ലല്ലു ഇത്തിരി ഇങ്ങാട് നീങ്ങിക്കുന്നൊക്കെ പറയാ. ലല്ലു നാടൊക്കെ വിളിക്കാറ്. അല്ലു എന്നാ ഞാൻ പറയാം, പക്ഷെ ലല്ലു ഈ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ സീൻ ഏതാ? വെള്ളത്തിലുള്ള സീനായിരിക്കും. ശരിയാണ്. ആദ്യം എനിക്ക് ചാടിയപ്പോ ഇവിടൊക്കെ ഫുള്ള് മുറിഞ്ഞ് കല്ലുമൊക്കെ അത് എന്നെ രക്ഷിക്കാൻ വരുമ്പോ ഞാൻ മുങ്ങി പോയി. അപ്പൊ എന്നെ രക്ഷിക്കാൻ വരുമ്പോ അപ്പൊ കല്ലും മറിഞ്ഞ് എനിക്ക് ഈ ചെറിയ ഏജിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ്. എല്ലാരും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ആദ്യത്തെ ആ ഒളിച്ച് കളിക്കുന്ന സീക്വൻസ് എടുക്കുന്നത് ഏതൊരു ഇതുപോലെ തന്നെ കൂട്ടിക്കെടുക്കുന്ന പണ്ടത്തെ ഒരു കമ്പനി. അവിടെ ഫുൾ പൊടിയും ഇതൊക്കെയാണ്, ഫുൾ വെയിലും. പക്ഷെ അതൊന്നും ഉമ്മയ്ക്കൊരു പ്രശ്നമില്ല. അതായത് നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ ഫുൾ വെള്ളം കൂടി
പക്ഷെ ഇവന്മാര് രാവിലെ മുതൽ വൈകിട്ട് അതവിടെ എന്തോ 3 ദിവസമായിട്ട് ഷൂട്ടുണ്ടായിരുന്നു. അതെയോ? എങ്ങനെ പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നെ വിരിച്ചിട്ടായിരുന്നു. ആണോ? നടന്നു വന്നാ മതി എനിക്ക്. നടന്നു മതി. ഒരു സ്മെല്ല് ഒരു അവിടെ ഒരു ഫാക്ടറി അവിടെ ഒരു സ്മെല്ല് ഗ്ലാസ് ഫാക്ടറി അത് വിട്ടോ. ഷൂട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതെ, ചൂടുണ്ടായിരുന്നോ? പിന്നെ ഷൂട്ട് കഴിയുമ്പോ ക്യാരവാനിൽ കൊണ്ടേ കിട്ടുന്നത്. ആണോ? ചൂടെടുത്തിട്ടോ? സാറ്റ് കളിച്ചിട്ടൊക്കെ ക്യാരവാനൊക്കെ ഉണ്ടായിരുന്നു. അതെ, ക്യാരവാനിലിരുന്നു AC കൊണ്ടുപോകുന്നൊക്കെ. എനിക്ക് ചാലഞ്ചിങ് ആയി തോന്നിയത് മറ്റേ ഒരു ഡ്രമ്മിന്ന് എഴുന്നേറ്റ് വരും. അപ്പൊ അതില് മലയിലോട്ട് ഓടി കയറും. അപ്പൊ ചെരുപ്പില്ല, ഫുൾ അവിടെ പൈൻ കോൺസും വടിയും ഇലയും മുള്ളു പോലെയായിരുന്നു. ഓടുന്ന സമയത്ത് പിന്നെ കുറെ ബ്രൂസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് അവിടെ എത്തിയിട്ട് ഒരു കരയുന്ന സീൻ. ഇവന്റെ എക്സ്പ്രഷൻസ് ഈ സീക്വൻസ് നമ്മൾ പടം നമ്മൾ തുടങ്ങി എനിക്കൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഷൂട്ട് ചെയ്ത സീക്വൻസ് ആണ്. ഇവനാ ഡ്രമ്മിൽ നിന്ന് കയറുകയാണെങ്കിൽ അത് ഞാൻ ആ സമയത്ത് സെറ്റിലില്ല, ഗണുവായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് വൈകിട്ട് എഡിറ്റ് കണ്ടപ്പോൾ എല്ലാവരും ക്ലീൻ. അത് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, എനിക്ക് അനങ്ങാൻ പറ്റില്ലായിരുന്നു. ഫുൾ കാലൊക്കെ ഐസ് പിടിച്ചാലായിരുന്നു. പിന്നെ റൂമിലെത്തിയിട്ട് ഫുൾ പുതപ്പെല്ലാം ഇട്ട് ആവി പിടിച്ച് ചൂടാക്കി അങ്ങനെ അത്രയും തണുപ്പുണ്ടായിരുന്നു. കോസ്റ്റ്യൂം അങ്ങനെ തന്നെയല്ലേ, ജസ്റ്റ് നിക്കർ ഷർട്ട് മാത്രം. നമ്മൾ ഈ വലിയ ആക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയും. ചെറിയ പിള്ളേരെന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം അവര് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് എനിക്ക് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഇവന്റെ എക്സ്പ്രഷൻസ് എസ്പെഷ്യലി എല്ലാവരുടെയും ഉണ്ട്, പക്ഷെ ഇവനെ കുറച്ചുകൂടെ ക്ലോസ് കാണുന്നുണ്ടല്ലോ നമ്മള്. ഇതെങ്ങനെ മോൾഡ് ചെയ്തു എന്നുള്ളതാണ്, അവരെ അങ്ങനെ എങ്ങനെ ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്കൊന്ന് വിഷ്ണു കൂടുതൽ പറയാം. ഗണുവാണ് കൂടുതൽ എഫേർട്ട് എടുത്തേക്കുന്നത്. ബാക്കി എല്ലാവരും നമ്മള് എല്ലാവരും അല്ല, ഞാനും ഗണുവാണ് ഈ പിള്ളേരുടെ കാര്യത്തില്. പക്ഷെ അത് വണ്ടർഫുൾ വർക്ക് അങ്ങനെ പറയാനുള്ളൂ. അത് അവന് എനിക്കാണ് എന്നേലും കൂടുതൽ അവനാണ് ശരിക്കും പറയാൻ പറ്റുന്നത്. ഗണു അവനറിയാലോ, എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് അവൻ ട്രെയിൻ ചെയ്യണത് ഭയങ്കര രസമാണ് കാണാൻ. ഇപ്പം എനിക്കായാലും അത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര രസമാണ്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയാം. എന്നിട്ട് ഷൂട്ടിൽ നിങ്ങൾ ഒരുപാട് ടേക്കൊക്കെ പോയ സീനൊക്കെ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്റെ അണ്ടർ വാട്ടർ സീൻ ഒരുപാട് ടേക്ക് പോയോ? അപ്പൊ ഒരു രാവിലെ തുടങ്ങിയത് വൈകിട്ട് വരെ ഞാൻ വെള്ളത്തിന്റെ അടിയിലായിരുന്നു. അങ്ങനെ കെവിനാണ് കൂടുതൽ കണ്ണൊക്കെ അവൻ തഗ്ഗാട്ടോ, അവൻ വളർന്നിരുന്ന തഗ്ഗ. ഇവന് ദീപാവലി മാത്രമേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ചേട്ടാ അത് എനിക്ക് പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയും. ഞാൻ പറയടാ അണ്ടർവെയർ ഇട്ടിട്ടാണ് എല്ലാവരും ചാടുന്നത്. എനിക്കൊന്നും പറ്റുന്നില്ല, ഞാനിപ്പോ വീട്ടിൽ പോകുന്നു. ഞാൻ പറയടാ ഇവൻ ആക്ച്വലി ഇവൻ എന്റെ വീടിന്റെ അടുത്തുള്ള നമ്മുടെ ചേട്ടന്റെ അനിയാണ്. അപ്പൊ ഇവനാ ഒരു വീഡിയോ ആദ്യം ഷെയർ ചെയ്ത് തന്നപ്പോ ഇവനിങ്ങനെ അഭിനയിക്കണം, എനിക്ക് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു ഭയങ്കര. അപ്പൊ അത് ഞാൻ ഗണുവിനെ കാണിച്ച് കൊടുത്തപ്പോ തന്നെ ഗണു പറഞ്ഞാൽ ഇവന് ആള് കൊള്ളാനുള്ള സെറ്റാണെന്ന് പറഞ്ഞു. പിന്നെ സെറ്റിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിങ്ങനെ എടാ ഇങ്ങനെയാണ് അണ്ടർവെയർ ഇട്ടിട്ട് എല്ലാവരും അണ്ടർവെയറിലാണ് ഫുൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പുഴയിലേക്ക് ചാടുന്നപ്പോൾ മൊത്തം മുഖമൊക്കെ മാറി. ബാക്കി ആർക്കും കുഴപ്പമില്ല. രാത്രി ഒരു സെറ്റ് ഇടാവും. ഇവരെന്ത് പറഞ്ഞാലും ഇവർ ഞാൻ പറയടാ നീ എന്നെ നാളെ എടുത്തിട്ട് അല്ല എന്റെ സ്കൂളിന് ഫേമസ് ആയെന്ന് വെച്ചാൽ അണ്ടർവെയറാണ്. എന്ത് ദൈവം. അതിനകത്ത് ഏറ്റവും ചിരിപ്പിക്കണ എന്താന്ന് വെച്ചാ നമ്മളീ പെരിയാറിലെ ആക്ഷൻ പറയുമ്പോ നമ്മള് നീതി നടുക്ക് പോയി കളിക്കണേണ്. അപ്പൊ സുഭാഷ് ചാടൂല, ഇവൻ ചാടൂല. അപ്പൊ അത് ആ സീക്വൻസ് കഴിഞ്ഞ് കട്ട് പറയുമ്പോ എല്ലാവരും ഓടിവാളാ നീതി. ഇതിനെ നിങ്ങൾ സുഭാഷാണ് അല്ലാതെ വിളിക്കുന്നത്? അല്ലാതെ കേട്ടല്ലോ. ആ സുഭാഷ് എന്ന് വിളിക്കും. ആണോ? ഈ കൂട്ടത്തിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെ ഈ കുറച്ചുകൂടി കൂടി നടക്കുന്നത്? എല്ലാരും ആണോ? അതെന്തിനാ? അതിങ്ങനെ നീ പറ്റൂല.
അപ്പം ഇപ്പൊ എല്ലാവരും ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്, സിനിമയൊക്കെ സെറ്റായി പോകുന്നു. നിങ്ങളെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളുടെ പാരന്റ്സ് ആണല്ലേ, അല്ലേ? അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള ചോദ്യം? പിള്ളേരെ എനിക്കത് ചോദിക്കാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ ചോദിക്കുക, ഇത്രയും നിങ്ങൾ കൂടെ സെറ്റിലൊക്കെ വന്നോ? അവർക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അവർ വിളിച്ചാൽ വരുമോ? ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കിയാലോ. സോ ഈ പുറകെ ഇരിക്കുന്നതാണ് ഇവരുടെ എല്ലാം പാരന്റ്സ്. ഇതിന് മുഴുവൻ സപ്പോർട്ട് ചെയ്തത് ഇവരാണ്. ആക്ച്വലി ഈ പിള്ളേർ സെറ്റിനെ കാട്ടി ഇന്റർവ്യൂവിന് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നോക്കുമ്പോൾ പിള്ളേർ സെറ്റിനെ കാട്ടി അല്ലെങ്കിൽ ഇവരുടെ അമ്മമാരാണ്. ഇവരവിടെ കഥയൊക്കെ പറഞ്ഞ ഫണ്ണാണ്, പക്ഷെ അവരാരും സംസാരിക്കുന്നില്ല. 2 ചേട്ടന്മാരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് എക്സ്പീരിയൻസ് ഇവരെയൊക്കെ കൂടെ പോയിട്ട്? നല്ലതായിരുന്നു. അതെ അല്ലേ? പിള്ളേർക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. രാവിലെ ചെല്ലുമ്പോൾ തൊട്ട് വൈകിട്ടാവുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു വിധത്തിലാണ് തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെ. അവരും അടിച്ചു പൊളിച്ചിട്ടുണ്ട് എന്തായാലും. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? ഈ ഒരു ഫിലിമിലാണ് ഇവർ അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും വലിയ സിനിമയൊന്നും ഒട്ടും വിചാരിച്ചിട്ടില്ല. അതും ഇപ്പം സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇത് ഇത്രയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോഴത്തേക്കും കൂടുതൽ സന്തോഷം. എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ ഞങ്ങളും ബാക്കി പാരൻസ് എല്ലാവരും ഒരു നല്ല കമ്പനിയായി. പിന്നെ ഇത് ആലുവയിലൊരു ഐലൻഡിലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും അതെ ഇവരുടെ ഒരു കളിയും പിന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കൃഷ്ണാണെങ്കിലും ഗണപതിയും ബാക്കി സ്റ്റീവ് അങ്ങനെ കുറേ പേരുണ്ട്, ADs ചീഫ് അസോസിയേറ്റ് ഒക്കെ. അവരൊക്കെ ത്രൂ ഔട്ട് പിള്ളേരുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇരിക്കാം. ഇപ്പം വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ADs വരെ എല്ലാവരും വെള്ളത്തിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഫ്രെയിമിൽ കാണുന്നില്ല, ബാക്കി ത്രൂ ഔട്ട് അവർ വെള്ളത്തിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചാടാനും ഇതൊക്കെ പറയുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നതായിരുന്നു. കാരണം വെള്ളത്തിൽ കയറുമ്പോൾ തന്നെ ബാക്കി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം, തല തോർത്താനും ഇതിനൊക്കെ ആയിട്ട്. എത്ര പ്രാവശ്യം വീണാലും അപ്പോൾ തന്നെ ഷോട്ട്സ് കൊടുക്കും, അപ്പോൾ തന്നെ തല ഉയർത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുമോ അതുപോലെ തന്നെ അവർ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി റിയൽ സുഭാഷിനെ പരിചയമുള്ള ഒരാൾ ഇപ്പോണ്ട്. അത് ഇവരുടെ ഒരു പാരന്റ് ആണ്. അത് ഞാൻ ഇത്തിരി മണ്ടറായിട്ടിരിക്കണം. എന്താണ് പറയാനുള്ളത് ചേട്ടന്? ആദ്യം പറയാനുള്ള വിഷ്ണു ഗണപതി. വിഷ്ണുവൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവന്മാരൊക്കെ തെറുപ്പന്മാരാണ് എല്ലാം, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വിഷ്ണു കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരെ വിളിച്ചാൽ വരുമൊന്നുമില്ലായിരുന്നു ഒരു ഷൂട്ടിനൊക്കെ. ഇവർ 4 വയസ്സും 10 വയസ്സത്തേക്കാണ് നടന്നിരുന്നത്. പിന്നെ വെള്ളത്തിലേക്കൊക്കെ ചാടാൻ നിൽക്കാൻ പറഞ്ഞ ഒരു അപ്പുറത്ത് വരെ എത്തിയിട്ടുണ്ട് ഇവന്മാർ നീന്തി. അങ്ങനെയൊക്കെ ഇവന്മാർ കാണിച്ചു കിട്ടിയത്. നമ്മളൊക്കെ റിലേ പോയി ഈ ഡയറക്ഷനിൽ പോകണം. ഇനി ഇവൻ നിൽക്കൂല, ഇവൻ ബൈക്കിലൊക്കെ വിളിച്ചാലും കേൾക്കൂല, ഇവൻ അങ്ങോട്ട് പോകും. കോമ്പറ്റീഷൻ ആയിട്ടാണ് ആദ്യം കരുതിയത്. ഇവൻ ആക്ച്വലി നീന്താൻ വേണ്ടിട്ട് വന്നേക്കാം, അഭിനയിക്കാൻ വന്നതല്ല. കറക്റ്റാണ് വിഷ്ണു പറഞ്ഞത്. കറക്റ്റ് വിഷ്ണു പറഞ്ഞത്. ഇവര് നീന്താൻ പുഴയിൽ നീന്താൻ വന്നവര് ശരിക്കും കറക്റ്റാണ്. ഇവര് പറഞ്ഞത് കേൾക്കണ്ടായിരുന്നില്ലേ, അത്ര ഇതായിരുന്നു. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ എൻ്റെ വീട് ഏലൂരാണ്. ഏലൂരിന് ഒരു ഭാഗമാണ് മഞ്ഞുമല. നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ്. സുഭാഷിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കൂട്ടുകാരും ഒന്നിച്ച് പഠിച്ചവരാണ്. അത് ആദ്യത്തെ പടം നമ്മുടെ നാടിൻ്റെ ഒരു കഥയായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ മോൻ അതിൽ അഭിനയിച്ചതിൽ. ഈ ഒരു മൂവിയിലാണ് അഭിനയിക്കാൻ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു? ഇത്രയും വലിയ മൂവിയാണെന്ന് വിചാരിച്ചില്ല. നമ്മളിപ്പോൾ ഉള്ള മക്കളൊക്കെ ഇതിലൊക്കെ വലിയ അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. ആദ്യത്തെ കാസ്റ്റിംഗ് കോൾ ആദ്യമായിട്ടാണ് എനിക്ക് കാസ്റ്റിംഗ് കോൾ പോയത് ഗണപതിയുടെ അടുത്ത്. അതിനവൻ ഗണപതി സെലക്ട് ചെയ്ത്. പിന്നെ നീന്തൽ അറിയില്ലായിരുന്നു. പിന്നെ അവൻ നീന്തൽ പഠിച്ചു. പിന്നെ ഗണപതി വന്ന് കണ്ടു അവൻ നീന്തൽ. അങ്ങനെയാണ് ലാസ്റ്റ് നാളെ ഷൂട്ടാണ്, ഇന്നാണ് സെലക്ട് ചെയ്തത് സാത്വികിനെ. പിന്നെ എല്ലാ പിള്ളേരും അടിപൊളിയാണ്, രക്ഷയില്ലാത്ത പിള്ളേരെല്ലാവരും. അത് വേറെ രസം. പാരന്റ്സ് ഇത്ര ദിവസം കൊണ്ട് ഭയങ്കര കമ്പനിയായി. അത് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവര് ഭയങ്കര ഇതൊക്കെയാണ്, രക്ഷയില്ല എല്ലാവരും. ഗണപതി ചേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ, ഞാൻ ഇപ്പം ഈ സിനിമ ഇറങ്ങിയ സമയം തൊട്ട് എല്ലാവരും ഈ കാസ്റ്റിംഗ് വരെ ഗണപതി 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 ഇത് തന്നെയാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഗണപതിനെ പറ്റി പറയാനുള്ളത്? പുള്ളിക്കാരൻ നല്ല ഫ്രണ്ട്ലിയാണ്. അന്നേരം നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല ബിഹേവിയറാണ്. ഞങ്ങളുടെ അടുത്ത് നല്ല പറഞ്ഞു മാർക്ക് കൂടുതലില്ല കേട്ടോ. എന്നാലും ക്യാഷനായിട്ട് പറ. ഇത് ആരോ പറഞ്ഞ് പഠിപ്പിച്ച സത്യം പറഞ്ഞു. ഒന്നും പറയാല്ല, അടിപൊളി. എന്റെ രണ്ടുപേരും. ഓക്കെ.
സെറ്റ്. എന്നാ ഇനി നമുക്ക് ആ ഡയലോഗും കൂടെ പറഞ്ഞങ്ങ് തീർത്താലോ? മനിതനുള്ളുള്ള ഇത് മനിത കാതലല്ലേ കാതലല്ലേ അதையும் താണ്ടി പുരിതമാണത് പുരിതമാണത്. ഒന്നുകൂടി പോയാലോ? എല്ലാരും കൂടെ പറയോ? 1 2 3 പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോ? മനിതനുള്ളുള്ള ഇത് മനിത കാതലല്ലേ അதையும் താണ്ടി പുരിതമാണത്. വണ്ടർഫുൾ വണ്ടർഫുൾ. എന്തായാലും ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി നിൽക്കുകയാണ്. ഇതുപോലെ ഹിറ്റ് സിനിമകളുടെ പാർട്ടാവാൻ നിങ്ങളെ കൊണ്ട് പറ്റട്ടെ. ഇനിയും നിങ്ങളെ ഞങ്ങൾക്ക് കാണണം. ഈ എഫേർട്ടും ഈ ടാലന്റും ഒക്കെ ഞങ്ങൾക്ക് കാണണം. നിങ്ങൾ ഇനി വലിയ പിള്ളേരാവണ വരെ ഇങ്ങനെ ഗോ ത്രൂ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം എനിക്ക് പാരന്റ്സിനോടാ പറയാനുള്ളത്. എന്നുവെച്ചാൽ ഇവരെ പോലെ തന്നെ എഫേർട്ട് എടുത്ത ആൾക്കാരാണ്. അത് കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ഞാൻ ഈ സിനിമയുടെ ഭാഗത്തു നിന്നും എല്ലാവരും നന്ദി. താങ്ക് യു. നിങ്ങൾ പോലെ ഓക്കെ. നിങ്ങൾ എനിക്കൊരു പാട്ട് പാടണം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞില്ല. ഏത് പാട്ടാണ്? പാടുമല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. കൺമണി അൻപോട് കാതലെന്നായി എഴുതും കവിതമേ വീട്ടിൽ സൗഖ്യമാനാ നിങ്ങ സൗഖ്യമേ നേര് വാർത്തകൾ കവിത മുട്ടത് മുട്ടത് ഓ കൺമണി അൻപോട് കാതലെന്നായി എഴുതും കവിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാ നിങ്ങ സൗഖ്യമേ. ഓക്കെ താങ്ക് യു. എന്തായാലും ഇപ്പൊ മഞ്ഞിൽ ഇത്രയും ഹിറ്റായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെയൊക്കെ ആൾക്കാർ ഒരുപാട് ലവിങ് ആയിട്ട് വെൽക്കം ചെയ്തിരിക്കുകയാണ് ഫിലിമിന്റെ വേൾഡിലേക്ക്. നിങ്ങളുടെ ടാലന്റും എല്ലാം നമുക്ക് ഇനിയും കാണണം. ഇനിയും ഒരുപാട് ഹൈറ്റ്സിലോട്ട് പോട്ടെ. ഇനി ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഇതുപോലെ സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓക്കെ. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ ഇന്റർവ്യൂ? ഏറ്റവും ബെസ്റ്റ് ഇന്റർവ്യൂ. അതെ പറഞ്ഞു ഇന്റർവ്യൂ പൊളിയായിരുന്നു. എൻജോയ് ചെയ്തില്ലേ? നമ്മൾ ചില്ലായിട്ട് പോയില്ലേ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ആണോ? മറക്കല്ലേ നീ എന്നെ? എനിക്കും ഫസ്റ്റ് എന്നെ മറക്കരുത്. എന്റെ പേര് അറിയാം. ഓക്കെ ആണല്ലേ? എന്റെ പേര് ഓർമ്മയുണ്ടോ? അപ്പൊ ഓർമ്മയുണ്ട്. ഓക്കെ ഫൈൻ. താങ്ക് യു. താങ്ക് യു. ഓക്കെ.